കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. പ്രിയ ദൈവപൈതലെ, നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പ് അവർ ദേവാലയത്തിൽ കഴുതപ്പുറത്ത് ചെന്ന യേശു ക്രിസ്തു ആ ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം അടിച്ചു പുറത്താക്കിയിട്ട് അവിടെ ദേവാലയത്തിൽ ആരാധിച്ചിട്ട് മടങ്ങി വന്ന യേശു തൻ്റെ ശിഷ്യന്മാരെ വിട്ട് താൻ ഇനി പാടുപെടുകയും ഈ ലോകം വിട്ട് പോയിട്ട് അടുത്തൊരു മനുഷ്യനായിട്ട് ഇവരെ കൂടെ എപ്പോഴും ഇരിക്കാൻ ഒരു മനുഷ്യനായിട്ട് കഴിയത്തില്ല, ഒരു ദൈവമായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ശിഷ്യന്മാർ തന്നെ തൊട്ടും എടുത്തും എപ്പോഴും ഇരുന്ന ശിഷ്യന്മാർക്ക് ആ ഒരു മനസ്സിലൊരു ആകുലത ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഉപമകളാലും മറ്റു പല വചനങ്ങളാലും ശിഷ്യന്മാരെ യേശു അങ്ങനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ യോഹന്നാൻ 14-ാമത്തെ അധ്യായം വരുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന്. അപ്പോൾ പ്രിയ ദൈവപൈതലെ, അപ്പോൾ യേശു ക്രിസ്തു തൻ്റെ കൂടെ ഇരുന്ന് എല്ലാം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യിക്കുകയും അതേപോലെ തന്നെ അവരെ ശാസിക്കുകയും അവർക്ക് വേണ്ടി എപ്പോഴും കൂടെ ഇരുന്ന് അവരോടുകൂടെ ഇരുന്ന ആഹാരങ്ങൾ കഴിക്കുകയും ഒക്കെ ഉറങ്ങുകയും ഒക്കെ ചെയ്തു. പക്ഷേ പെട്ടെന്ന് ഒരാൾ അങ്ങനെ ഇരിക്കുന്നതാണ്, നമുക്ക് തന്നെ അറിയാം, നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരാൾ ഈ ലോകം വിട്ട് പോകുമ്പോൾ നാം എത്രമാത്രം ദുഃഖിക്കുന്നു, നാം എത്രത്തോളം നാം തനിച്ചായി പോകുന്നു. അപ്പോൾ ആ ഒരു വേദന യേശു ക്രിസ്തുവിന് അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദൈവമായതുകൊണ്ട് എല്ലാം മനസ്സിലാകും. അപ്പോൾ അങ്ങനെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുവാനാണ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പോൾ അനേകം വാസസ്ഥലങ്ങൾ എന്നാകുമ്പോൾ നമുക്കറിയാം, ഓരോരുത്തർക്കും അപ്പോൾ ഓരോ വാസസ്ഥലങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ പോയി സ്ഥലമൊരുക്കിയിട്ട് നിങ്ങളെയും ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ വേണ്ടി ഞാൻ പോകുന്നു, നിങ്ങളെയും ഞാൻ അവിടെ ചേർത്ത് കൊള്ളുന്നു. അപ്പോൾ ഒരു 3-ാമത്തെ അധ്യായം വാക്യം തൊട്ട് 7-ാമത്തെ വാക്യം വരെ നാം വായിക്കുമ്പോൾ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയ ദൈവപൈതലെ, അപ്പോൾ യേശു തന്നെത്താൻ ഒരു ദൈവമാണ്, ഞാൻ കടന്നു പോകും, ഒരു പിതാവുണ്ട്, അവിടെ വാസസ്ഥലം ഒരുക്കിയാൽ നിങ്ങളെയും ഞാൻ വന്ന് കൊണ്ടുപോകും എന്നൊക്കെ പറയണം. അപ്പോൾ നീ പോകുന്ന വഴി ഞങ്ങൾ എങ്ങനെ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പറയാണ്, ഇന്നു മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോൾ ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന് പറയുന്ന പ്രിയ ദൈവഭേദലെ, ഞാനെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളെ നാം മനസ്സിലാക്കി, അപ്പോൾ അതിൽ കൂടെ യേശു ആരെന്നും യേശുവും പിതാവും ഒന്നാണെന്നും നാം അവരിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ, യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതോടുകൂടി നാം പിതാവിനെയും വിശ്വസിക്കുന്നു, പിതാവിൻ്റെ രാജ്യത്ത് നമുക്ക് പോകുവാനും സാധിക്കും എന്ന് വചനം പറയുന്നു. അപ്പം യഥാർത്ഥമായിട്ട് ഇവിടെ ദൈവം 1-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക എന്ന്. പ്രിയ ദൈവ പൈതലെ, ഇന്ന് പലവിധമായ കഷ്ടങ്ങൾ, പോരാട്ടങ്ങൾ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കഷ്ടങ്ങളുടെയും കണ്ണുനീരുടെയും അടിത്തട്ടിലിരിക്കുമ്പോൾ, കർത്താവെ, അങ്ങനെ അറിയുന്നോ, അങ്ങനെ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നത് ശരിയായ രീതിയിൽ തന്നെയാണോ, എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെ പല ക്വസ്റ്റ്യനുകളും ഹൃദയത്തിൽ നമുക്ക് എഴിക്കാറുണ്ട്. പ്രിയ ദൈവ പൈതലെ, ദൈവം യേശു ക്രിസ്തുവിടെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന്. അപ്പോൾ നമ്മുടെ ഈ ലോക പാടുകൾ നിമിത്തം അല്ലെങ്കിൽ ഈ ലോക പ്രശ്നങ്ങളുടെ നിമിത്തം നാം കലങ്ങിപ്പോകുവാൻ ഇടയാകരുത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോയ ഒരു യേശു ഉണ്ട്. നമ്മുടെ ഇവിടെ ഈ ലോക കഷ്ടപ്പാടുകളെല്ലാം അത് ഈ
ലോകത്തിലേക്കുള്ളതാണ്. എപ്പോഴെന്നില്ലാതെ യേശു വന്ന് നമ്മളെ ചേർത്ത് കൊള്ളും. ഒന്നി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവായിരിക്കാം, അല്ലെങ്കിൽ നാം മരണപ്പെട്ട് ദൈവത്തോട് ചേർന്ന് കൊള്ളുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ അതുവരെ യേശു ചേർത്ത് കൊള്ളാൻ വരാം എന്ന് പറഞ്ഞ യേശു വീണ്ടും നമ്മെ ചേർത്ത് കൊള്ളാൻ വരും എന്നുള്ള വിശ്വാസത്തോടുകൂടെ നിങ്ങൾ കലങ്ങിപ്പോകുന്ന അവസ്ഥ, ഒരു കടഭാരമോ അല്ലെങ്കിൽ മക്കളില്ലയോ, അല്ലെങ്കിൽ മക്കൾക്ക് കല്യാണം എടുക്കുവാൻ നിവൃത്തിയില്ലയോ, അല്ലെങ്കിൽ നിന്ദയും ഞെരുക്കങ്ങളോ, അല്ലെങ്കിൽ തുടർന്ന് വരുന്ന രോഗഭാരങ്ങളോ, അല്ലെങ്കിൽ ആരുമില്ലാതെ തനിച്ചായി പോയ നിമിഷങ്ങളോ, എന്ത് പ്രശ്നത്തിലാണ് നിങ്ങൾ കലങ്ങിപ്പോയി ഇന്ന് മനം ക്ഷീണിച്ചു പോയി തളർന്നിരിക്കുന്നുവോ, അതിൽ നിന്ന് ഒരു വിടുതൽ തരുവാൻ യേശുക്രിസ്തു ശക്തനാണെന്ന് നിങ്ങളെന്ന് അറിയണം. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത്, പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ ചേർത്ത് കൊള്ളുമെന്ന്. ആ യേശു ഇന്ന് വചനം മുഖാന്തരം, പരിശുദ്ധാത്മാവ് പോലെ മുഖാന്തരം നമ്മളോട് കൂടെ ഉണ്ട്. നാം നാം ആ ഒരു ദൈവത്തിന് നാം നോക്കുകയാണെങ്കിൽ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയാണെങ്കിൽ, ദൈവം ഹൃദയത്തിൻ്റെ കലക്കങ്ങളെ മാറ്റിത്തരികയും നിങ്ങളായിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മുമ്പോട്ട് പോകുവാനുള്ള വഴിയും ദൈവം കാണിച്ചു തരും. അത് അന്ത്യം വരെയും ദൈവം പറഞ്ഞു, ലോക അവസാനത്തോളം സകല ദിവസവും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് യേശു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ, വാക്ക് പറഞ്ഞ ദൈവം വാക്ക് മാറുകയില്ല. നമുക്ക് പൂർണ്ണമായിട്ടും ഈ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കുക. യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് പ്രിയ ദൈവ പൈതൽ, നമുക്ക് കർത്താവിൽ വെച്ച വിശ്വാസത്തെ കൈവിടാതെ മുമ്പോട്ട് പോകുവാൻ ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് കലക്കങ്ങളും വേദനകളും ഭാരങ്ങളും ഉണ്ടെന്ന് അങ്ങ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് ഞങ്ങളോട് പറയുന്നു. കർത്താവ്, നീ കലങ്ങിപ്പോകണ്ട, നിനക്കായിട്ട് ഞാനൊരു വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന്. കർത്താവെ, ഞങ്ങളുടെ വീടിൻ്റെ പണി എന്ന് പൂർത്തിയാകുമോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷെ ഞങ്ങൾ ഈ ലോകത്തിലെ അങ്ങ് ഏൽപ്പിച്ച ജോലി ഞങ്ങൾ പൂർത്തിയായിട്ട് ചെയ്തു തീർക്കുമ്പോൾ ഞങ്ങളുടെ വീട് പണി തീരുമെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ട ദൗത്യങ്ങൾ കറക്റ്റായി ചെയ്തു തീർക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. അങ്ങയുടെ കൃപ ഒന്നില്ലാതെ ഈ ലോകത്ത് ഞങ്ങൾക്ക് മുമ്പോട്ട് ജീവിപ്പാൻ പറ്റത്തില്ലപ്പാ. അങ്ങയുടെ കൃപ തന്ന് വഴി നടത്തണമേ. ഈ ദിവസത്ത് കർത്താവെ, ഈ നേരം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ ഈ പൈതൽ ഏതെല്ലാം ആവശ്യത്തിനായി കലങ്ങിപ്പോയിരിക്കുന്നുവോ കർത്താവെ, താമസിയാതാണ് ദൈവമേ, അതിലെല്ലാം കർത്താവെ ഒരു വിടുതൽ പ്രാപിപ്പാനും അങ്ങ് എന്നോട് കൂടെ ഇരിക്കുന്നത് ഞാൻ അറിയുന്നു എന്ന് ഇവർ മനസ്സിലാക്കുവാനും കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്ത്യം വരെ ഇവരെ കരം പിടിച്ച് വഴി നടത്തണമേ, വഴുതി പോകുവാനിടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.